Hello friends, welcome back to Art and Ashraf YouTube channel. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് Adobe Illustratorലെ curving എന്ന ഓപ്ഷനെ കുറിച്ചാണ്. Curving എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ Adobe Illustratorനകത്ത് ഒരു വർക്ക് ചെയ്തതിന് ശേഷം അത് പ്രിന്റിങ്ങിനായിട്ട് അതിന്റെ ഫൈനൽ ഫയൽ PDF ഫോർമാറ്റിൽ തയ്യാറാക്കുമ്പോൾ അതിനകത്തുള്ള ടെക്സ്റ്റുകളെല്ലാം ഒരു ഷേപ്പ് ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മളിത് പ്രിന്റിങ്ങിനായിട്ടോ അല്ലെങ്കിൽ മറ്റു പല ആവശ്യങ്ങൾക്കോ മറ്റൊരിടത്തേക്ക് സെൻഡ് ചെയ്യുമ്പോൾ അവരുടെ കമ്പ്യൂട്ടറിൽ നമ്മൾ ഉപയോഗിച്ച ഫോണ്ടുകളോ ഇല്ലെങ്കിൽ ഈ ടെക്സ്റ്റുകളെല്ലാം അവിടെ മിസ്സിംഗ് ആയിട്ട് വരും. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് നമ്മളിവിടെ ടെക്സ്റ്റുകളെല്ലാം ഒരു ഷേപ്പ് ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഇനി മറ്റൊരു കാര്യം, ഈ കർവിംഗ് എന്നൊരു വേർഡ് പലർക്കും പരിചയം കാണില്ല. അഡോബി ഇല്ലുസ്ട്രേറ്ററിലോ അഡോബി ഇൻഡിസൈനിലോ ഒക്കെ ഇതിനെ ക്രിയേറ്റ് ഔട്ട്ലൈൻ എന്നുള്ളൊരു ഓപ്ഷനോ അല്ലെങ്കിൽ എക്സ്പാൻഡ് എന്നുള്ളൊരു ഓപ്ഷനോ ആണ് കാണാൻ സാധിക്കുക. കർവിംഗ് എന്നുള്ളത് ഡിസൈനേഴ്സ് കോമൺ ആയിട്ട് പറഞ്ഞു വരുന്ന ഒരു വേർഡാണ്. ആ ഒരു വേർഡ് കടന്നു വരാൻ കാരണം കോറൽ ഡ്രോ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിൽ ഇങ്ങനെ ടെക്സ്റ്റിനെ ഷേപ്പിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഓപ്ഷൻ്റെ പേരാണ് കൺവേർട്ട് ടു കർവസ് എന്നുള്ളത്. അപ്പോൾ ആദ്യകാലങ്ങളിൽ കൂടുതൽ ഡിസൈനേഴ്സ് കോറൽ ഡ്രോ ഒക്കെ ഉപയോഗിച്ചിരുന്നത് കൊണ്ട് അതിൽ ഉപയോഗിച്ച ആ ഒരു ഓപ്ഷൻ്റെ പേര് കോമൺ ആയിട്ട് ഉപയോഗിച്ച് വരുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഇല്ലുസ്ട്രേറ്ററിൽ ടെക്സ്റ്റിനെ കർവ് ചെയ്യുന്നത്, എന്താണ് ഈ കർവിങ്ങിൻ്റെ ഒരു പ്രാധാന്യം എന്ന് നോക്കാം. ഇവിടെ അഡോബി ഇല്ലുസ്ട്രേറ്റർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മളൊരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാം ഇതൊരു ടെക്സ്റ്റ് ഫോർമാറ്റിലാണ് ഉള്ളത്. ഈ ഒരു ടെക്സ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാം ഇതിൻ്റെ സെലക്ഷൻ വരുന്ന ഈ ബോക്സ് കുറച്ച് മുകളിൽ നിന്നും ഇവിടെ കുറച്ച് താഴെ നിന്നുമാണ്. അങ്ങനെ വരാൻ കാരണം ഇതൊരു ടെക്സ്റ്റ് ഫോർമാറ്റ് ആയതുകൊണ്ട് മാത്രമാണ്. കാരണം ഇപ്പോൾ രണ്ട് ടെക്സ്റ്റുകൾ തമ്മിൽ അലൈൻ ചെയ്യുമ്പോഴൊക്കെ ഇവിടെ നമ്മൾ ഓപ്ഷൻ ഉപയോഗിച്ചിട്ടൊക്കെ അലൈൻ ചെയ്യുമ്പോൾ നമുക്ക് അത് കൃത്യമായിട്ട് കിട്ടാറുണ്ട്. ഇങ്ങനെ ഇരിക്കുന്ന ടെക്സ്റ്റുകളൊക്കെ നമ്മൾ ഇവിടെ അലൈൻ ചെയ്യുമ്പോൾ നമുക്കവിടെ കൃത്യമായിട്ട് കിട്ടാറുണ്ട്. അങ്ങനെ കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഒരു സെലക്ഷൻ ബോക്സ് കുറച്ച് അകന്ന് നിൽക്കുന്നത്. കാരണം ഇതിൻ്റെ പല ലെറ്ററുകളും പല രീതിയിലാണ് വരാറുള്ളത്. സാധാരണ ഇതിൻ്റെ ജെ അല്ലെങ്കിൽ ജി അല്ലെങ്കിൽ ക്യാപിറ്റൽ അക്ഷരങ്ങൾ, സ്മോൾ ലെറ്റർ ആയിട്ടുള്ള അക്ഷരങ്ങളൊക്കെ പല അലൈൻമെന്റിലാണ് കിടക്കാറുള്ളത്. അപ്പോൾ അത് ടോട്ടലി നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സെലക്ഷൻ ഇങ്ങനെ വരുന്നത്. അപ്പോൾ നമുക്ക് സാധാരണ ഈ അഡ്വർടൈസിംഗ് മേഖലയിൽ ഈ സൈൻ ബോർഡുകളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഇതിൻ്റെ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള അളവുകളൊക്കെ നമുക്ക് കിട്ടേണ്ടതുണ്ട്. ഇപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ അളവ് നമുക്കിവിടെ കാണാം. ഈ ഒരു അളവ് ഈ ഒരു ബോക്സിൻ്റെ അളവാണ്. നമുക്ക് ഈ സൈൻ ബോർഡൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് ഈ ഒരു ടെക്സ്റ്റിൻ്റെ മാത്രം അളവുകളാണ് നമുക്ക് കിട്ടേണ്ടത്. അങ്ങനെ കൃത്യമായിട്ടുള്ളൊരു അളവ് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്കത് ഒരു പ്ലോട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കാനും അതുപോലെ തന്നെ അതിൻ്റെ ടെക്സ്റ്റുകൾ പല മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് മേക്ക് ചെയ്തെടുക്കാനൊക്കെ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്തരം രീതിയിൽ വർക്ക് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഈ ടെക്സ്റ്റ് കർവ് ചെയ്തേ തീരും. ഇനി നമുക്ക് മറ്റൊരു വർക്ക് നോക്കാം. ഇതിനകത്തും ഈ ടെക്സ്റ്റുകളെല്ലാം ടെക്സ്റ്റ് ഫോർമാറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. ഇനി ഇതേ വർക്ക് തന്നെ നമ്മൾ പ്രിൻറ്റിങ്ങിനായിട്ട് ഈ ടെക്സ്റ്റുകൾ കർവ് ചെയ്യാതെ ഈ ടെക്സ്റ്റ് ഫോർമാറ്റിൽ തന്നെ നിർത്തിക്കൊണ്ടൊന്ന് സേവ് ചെയ്യുകയാണ്. ഓക്കെ, ആ ഒരു പ്രിന്റ് ഫയൽ ഇപ്പോൾ PDF ആയിട്ട് നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ആ ഒരു പ്രിന്റ് ഫയൽ നമ്മൾ മറ്റൊരിടത്തേക്ക് സെൻഡ് ചെയ്യുന്നു. ആ സെൻഡ് ചെയ്ത് കിട്ടിയ ആ ഒരു ഫയൽ അവിടെ കമ്പ്യൂട്ടറിൽ ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. ആ ഒരു ഫയൽ നമ്മളിവിടെ ഓപ്പൺ ചെയ്യുകയാണ്. ഞാൻ ഈ ഒരു ഉദാഹരണം കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സിസ്റ്റത്തിൽ നമ്മൾ ആ ഉപയോഗിച്ച ഫോണ്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു വിൻഡോ വന്നത് നമുക്ക് കാണാം. നിങ്ങളിപ്പോൾ ഓപ്പൺ ചെയ്യാൻ പോകുന്ന ആ ഒരു ഫയലിനകത്തുള്ള ഫോണ്ട് ഈ ഒരു കമ്പ്യൂട്ടറിനകത്തില്ല, അതിവിടെ മിസ്സിംഗ് ആണ് എന്നുള്ളൊരു വിൻഡോ ഇവിടെ വന്നിട്ടുണ്ട്. ആ ഫോണ്ടിൻ്റെ പേര് എല്ലാം ഇവിടെ നമുക്ക് കാണാം. ഈ ഒരു സിറ്റുവേഷനെയാണ് സാധാരണ ഫോണ്ട് മിസ്സിംഗ് എന്ന് ഡിസൈനേഴ്സ് പറയാറുള്ളത്. ഇപ്പോൾ നമുക്ക് കാണാം ആ ഫോണ്ട് ഇവിടെ മിസ്സിംഗ് ആയിട്ടുണ്ട്. ഇല്ലുസ്ട്രേറ്ററിലൊരു ഡിഫോൾട്ട് ആയിട്ടുള്ളൊരു ഫോണ്ടിലാണ് ഇപ്പോൾ ഈ ഒരു വർക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ നമ്മുടെ വർക്കിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള യഥാർത്ഥ ഫോണ്ട് മിസ്സായി പോകാതിരിക്കാനാണ് ആ ഒരു വർക്കിനകത്തുള്ള ടെക്സ്റ്റിനെ നമ്മൾ കർവ് ചെയ്തെടുക്കുന്നത്. ഇനി എങ്ങനെയാണ് ടെക്സ്റ്റുകൾ കർവ് ചെയ്തെടുക്കുന്നത് എന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് കർവിങ്. ഇപ്പോൾ ഇത് ഒരു ടെക്സ്റ്റ് ഫോർമാറ്റാണ്. നമ്മളിവിടെ ടൈപ്പ് എന്ന ഓപ്ഷനിൽ പോയതിന് ശേഷം ഇവിടെ ക്രിയേറ്റ് ഔട്ട്ലൈൻ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാം ഈ ടെക്സ്റ്റ് കർവായിട്ടുണ്ട്. അതായത് ഇത് ടെക്സ്റ്റ് അല്ലെങ്കിലും ഇതൊരു
വെക്ടർ ഫോർമാറ്റിലുള്ള ഒരു ഒബ്ജക്റ്റായിട്ട് ഇത് മാറിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാം, നമ്മൾ നേരത്തെ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായിട്ടുണ്ട്. ഈ ടെക്സ്റ്റ് മാത്രമാണ് ഇവിടെ സെലക്ട് ചെയ്ത് കിട്ടുന്നത്. നേരത്തെ ടെക്സ്റ്റ് ഫോർമാറ്റ് ആയിരുന്നപ്പോൾ ഇത് സെലക്ഷൻ വന്നിരുന്നത് ഒരുപാട് മുകളിൽ നിന്നും ഒരുപാട് താഴെ നിന്നുമായിരുന്നു. ഇത് കർവ് ചെയ്തതിന് ശേഷം നമുക്കതിൻ്റെ കൃത്യമായിട്ടുള്ള അളവിൽ സെലക്ട് ചെയ്ത് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾക്കിവിടെ ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ കൃത്യമായിട്ടുള്ള അളവ് എത്രയാണെന്ന് ഈ ഒരു ബോക്സിൽ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാം. ഇങ്ങനെ കർവ് ചെയ്യുന്നതിൻ്റെ ഷോർട്ട് കട്ടാണ് Ctrl+Shift+O. ഇപ്പോൾ ഇത് കർവായിട്ടുണ്ട്. ഈ കർവിങ്ങിന് ശേഷം നമുക്ക് ഇത് ഫോണ്ട് ചേഞ്ച് ചെയ്യാൻ കഴിയില്ല, കാരണം ഇത് ഒരു ഒബ്ജക്റ്റ് രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. നമുക്ക് ഒബ്ജക്റ്റിലൊക്കെ ചെയ്യാവുന്ന എല്ലാത്തരം എഡിറ്റിങ്ങുകളും നമുക്കിതിൽ സാധ്യമാണ്. ഒരു നിലവിലുള്ള ഒരു ടെക്സ്റ്റിൽ നമുക്ക് ഏതൊരു തരത്തിലുള്ള എഡിറ്റിംഗ് വരുത്തണമെങ്കിലും ഇങ്ങനെ കർവ് ചെയ്തെടുക്കണം. സാധാരണ ഇതുപോലെ നിലവിലുള്ള ഒരു ടെക്സ്റ്റിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടൊക്കെ നമ്മൾ സ്പെഷ്യൽ ടൈറ്റിലുകളൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതിന് ഇതുപോലെ കർവ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് അത്തരത്തിലുള്ള എഡിറ്റിങ്ങിനൊക്കെ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഈ ടെക്സ്റ്റിൽ നമ്മൾ ചെറിയ മാറ്റം വരുത്തി നോക്കാം. ഇങ്ങനെ ഓരോരുത്തരുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് ഇതുപോലുള്ള പല മാറ്റങ്ങളും വരുത്തി കഴിഞ്ഞാൽ തന്നെ അത് ഒരു പുതിയ തരത്തിലുള്ള ഒരു ടൈറ്റിലാക്കി എടുക്കാൻ കഴിയും. അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ സ്റ്റേജിൽ വർക്കിനകത്തുള്ള ടെക്സ്റ്റുകളെല്ലാം കർവിങ് അല്ലെങ്കിൽ ക്രിയേറ്റ് ഔട്ട്ലൈൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ എലമെൻറ്റുകളും ഒന്ന് അൺലോക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ വർക്ക് ടോട്ടലായിട്ട് സെലക്ട് ചെയ്തതിന് ശേഷം ടെക്സ്റ്റുകളെല്ലാം ക്രിയേറ്റ് ഔട്ട്ലൈൻ ചെയ്യുക. ഇപ്പോൾ ഈ വർക്കിനകത്തുള്ള എല്ലാ ടെക്സ്റ്റുകളും ക്രിയേറ്റ് ഔട്ട്ലൈനായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ വർക്ക് PDF ഫോർമാറ്റിലേക്ക് സേവ് ചെയ്യാവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇതുപോലുള്ള മറ്റൊരു ഇമ്പോർട്ടൻസ് വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.